നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധരാകുന്ന പ്രവാചകർ യാത്രാമധ്യേ മദീനയിലേക്ക് വന്നപ്പോൾ അവിടെയുള്ളതാകുന്ന ആളുകളിൽ ചിലർ നോമ്പനുഷ്ഠിച്ചതായി കാണുകയാണ്. യഹൂദികളാകുന്ന ആളുകളാണവർ. എന്തേ നിങ്ങൾ നോമ്പനുഷ്ഠിച്ചിരിക്കുന്നത് ഈ ദിവസത്തിലെന്ന് ചോദിക്കുമ്പോ ആ സമൂഹം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, ഹാദാ യൗമുൻ നജ്ജല്ലാഹു മൂസാ വഖൗമഹു മിൻ ഫിർഔൻ വഗറഖ ഫിർഔന വഅഹ്ലിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദിവസത്തിലാണ്, മുഹറം 10-ാകുന്ന സുദിനത്തിലാണ് മൂസാ നബി അലൈഹിസ്സലാമിനെയും അവിടുത്തതാകുന്ന സമൂഹത്തെയും അവിടുത്തെ കൊണ്ട് വിശ്വസിച്ചതാകുന്ന മുഅ്മിനീങ്ങളെയും ഫിർഔനിന്റെ അഹ്ലുകാരിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. ഫിർഔനിനെയും അവന്റെ കൂട്ടരെയും ചാവുകടലിൽ മുക്കിക്കൊന്നതും ഇതേ ദിവസം തന്നെയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ തന്നെ തന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായികൾക്ക് മുമ്പാകെ പറയുകയാ, എന്നാൽ യഹൂദികളെ അറിയണേ അറിയണേ, ഫഅന അഹഖു ബിമൂസാ മിൻകും. യഹൂദികളാകുന്ന നിങ്ങൾ നിങ്ങളുടേതാകുന്ന നേതാവായി കണക്കാക്കപ്പെടുന്നതായ മൂസാ അലൈഹിസ്സലാമിനെ കൊണ്ട് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയതിന്റെ കാരണത്താൽ നിങ്ങൾ ശുക്റായി നന്ദി സൂചകമായി ഈ ദിവസത്തിൽ നോമ്പ് പിടിച്ചുകൊണ്ട് നിലകൊള്ളുന്നു എങ്കിൽ അതിനേക്കാൾ ഏറ്റവും ബന്ധപ്പെട്ടത് ഞാനാണ്. കാരണം ഞങ്ങളിതാ പ്രവാചകത്വത്തിൽ സഹോദരങ്ങളാണ്. എന്റെ സഹോദരനാണ് മൂസാ അലൈഹിസ്സലാം. പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന മൂസായോട് ഏറ്റവും ബന്ധപ്പെട്ടത് ഞാനാണ്. അതുകൊണ്ട് ഞാനിതാ നോമ്പ് നോൽക്കുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി, ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടത്തിൽ പിടിക്കുന്ന നോമ്പ്. സുബ്ഹാനല്ലാഹ്. സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയ്യത്ത് വെക്കുന്നത് അന്നത്തെ ദിവസം പ്രവാചകൻ നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ട് പരിപൂർണമായി ശ്രദ്ധ ചെലുത്തി വരാ. അന്നപാനീയങ്ങൾ കഴിച്ചിട്ടില്ല, പരിപൂർണമായി നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പ്രവാചകനെ പറയുകയാണ്, ഇന്നത്തെ ദിവസം ഞാനിതാ നോമ്പുകാരനാണ്. ലൈം ബഖീതു ഇലാ ഖാബിലിൻ ലാ സൂമന്ന താസിആ. അടുത്ത വർഷം ഞാൻ ജീവിച്ചിരിക്കുകയാണ് എങ്കിൽ മുഹറം 9 കൂടി നോമ്പ് പിടിക്കുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ അലംഘനീയമായ വിധി വരുകയാണ്. മുഹറം കഴിഞ്ഞു, സഫർ റബീഉൽ അവ്വലായപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് നിന്ന് വിട പറയുകയാണ്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അടുത്ത വർഷം മുഹറം പുൽകാൻ സാധിച്ചില്ല. പക്ഷേ പിൽക്കാലത്ത് വന്നതാകുന്ന മഹത്തുക്കൾ ഇമ്മത്തുകൾ രേഖപ്പെടുത്തി വെക്കുകയാണ്. മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അവരുടെ വാക്കെടുത്തുകൊണ്ട് നമ്മൾ മുഹറം 9-നും നോമ്പ് പിടിക്കണേ. യഹൂദികളാകുന്ന ആളുകൾക്ക് എതിരാവാൻ വേണ്ടിയാണ്. മൂസാ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അവിടുത്തതാകുന്ന സമുദായത്തെയും ഒക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിൽ നിന്ന് അവന്റെ കിങ്കരന്മാരിൽ നിന്ന് പരിപൂർണമായ സംരക്ഷണം അല്ലാഹു നൽകിയത് മുഹറത്തിന്റെ 10-ന്റെ സുദിനത്തിലാണ്. ആ ഒരു ശുക്ർ സൂചകമായി, നന്ദി സൂചകമായി ആ ദിവസത്തിൽ ഞങ്ങളിതാ നോമ്പ് പിടിക്കുന്നു, ഞാനിതാ നോമ്പ് പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഉച്ചയ്ക്ക് മുമ്പ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിയ്യത്ത് വെച്ച് ആ സുദിനത്തിൽ നോമ്പ് അനുഷ്ഠിച്ചു. അതുകൊണ്ടാണ് മതവിധി പണ്ഡിതന്മാർ ശറഅ് രേഖപ്പെടുത്തി വെച്ചു, ശരീഅത്താക്കി. ഉച്ചയ്ക്ക് മുമ്പ് നോമ്പ് മുറിയുന്ന കാര്യങ്ങളെ തൊട്ടെല്ലാം ശ്രദ്ധ ചെലുത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിലെല്ലാം പെട്ടു. അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടു, ഹറാമ് കാണൽപ്പെട്ടു, ഹറാമ് പിടിക്കൽപ്പെട്ടു, ഹറാമായ തലത്തിലേക്ക് നോക്കൽപ്പെട്ടു. എല്ലാ കാര്യങ്ങളും വർജിച്ച് നിലകൊള്ളുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവന് ഉച്ചയ്ക്ക് മുമ്പ് സുന്നത്ത് നോമ്പ് ആണെങ്കിൽ നിയ്യത്ത് വെച്ചാൽ മതി. കാരണം പ്രവാചകർ അങ്ങനെയാണ് മുഹറം 10-ന്റെ നോമ്പ് അനുഷ്ഠിച്ച് കാണിച്ചു തന്നത്. പിന്നെ 10 കൂടി നമുക്ക് ശർആയി.
മുഹറം 9 കൂടി നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്ന് മതവിധി വരാൻ തുടങ്ങി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതാകുന്ന വാക്ക്, അവിടുത്തേതാകുന്ന പ്രവൃത്തി, അവിടുത്തേതാകുന്ന അംഗീകാരം, ഇതൊക്കെ എന്തിൽപ്പെട്ടതാണ്? ഹദീസിൽപ്പെട്ടതാണ്. പ്രവാചകരുടെ വാക്കായിരുന്നു എന്ത്? ജീവിതങ്ങൾ ജീവിതം കൊണ്ട് കാഴ്ചവെച്ച് കാണിച്ചു വന്നു. 10 നോമ്പനുഷ്ഠിച്ച് അടുത്ത വർഷം ഞാൻ ജീവിക്കുകയാണെങ്കിൽ 9 കൂടി നോമ്പ് പിടിക്കും. ആരോട് എതിരാകാൻ? യഹൂദികൾ ജൂതന്മാരോട് എതിരാവാൻ എന്ന് പറഞ്ഞ ആ വാക്ക് പ്രവാചകർ പിന്നീട് ജീവിച്ചിരുന്നില്ല എങ്കിലും പിന്നീടുള്ള വർഷം മുതൽക്ക് സ്വഹാബത്ത് അത് ശ്രദ്ധ ചെലുത്താൻ തുടങ്ങി. അഇമ്മത്തുകൾ അവരും ശ്രദ്ധ ചെലുത്തി. നമുക്കത് സുന്നത്തായി രേഖപ്പെടുത്തി. അതുകൊണ്ടാണ് നമ്മൾ മുഹറം 9 താസുആ, മുഹറം 10 ആശുറാ, ഈ 2 ദിവസങ്ങൾ നോമ്പനുഷ്ഠിച്ചു വരുന്നത്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഈ വർഷം അത് എപ്പോഴാണ് നമുക്ക് വരുന്ന? വ്യാഴവും വെള്ളിയാണ്. അങ്ങനെ തന്നെയല്ലേ ഇവിടെ? അള്ളാഹു നമുക്ക് നോമ്പ് നോക്കാൻ തൗഫീഖ് നൽകട്ടെ. അത് വിട്ടുപോകാൻ പാടില്ല, എല്ലാവരും പിടിക്കണം. വെള്ളിയാഴ്ച ദിവസം മാത്രമായി നോമ്പ് പിടിക്കൽ നല്ലതല്ല. അതിന് മുമ്പോ ശേഷവുമോ ചേർത്ത് പിടിക്കണമെന്നാണ്. നമുക്ക് അൽഹംദുലില്ലാഹ് ആ നിലയ്ക്ക് തന്നെയാണ് വന്നത്. എല്ലാ തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കൽ എല്ലാ ആഴ്ചയിലും സുന്നത്തുണ്ട്. തിങ്കളും വ്യാഴവും അങ്ങനെയൊക്കെ പിടിച്ചു വരുന്ന ആളുകളുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു വ്യക്തി, അദ്ദേഹം 35 വർഷമായിട്ട് തിങ്കളും വ്യാഴവും സുന്നത്ത് നോമ്പാണ്. എനിക്കൊരാളെ അറിയാം, അങ്ങനെ ഒരാൾ 35 വർഷമായിട്ട് ഒരൊറ്റ തിങ്കളും മുടക്കിയിട്ടില്ല, ഒരു വ്യാഴവും മുടക്കിയിട്ടില്ല. ദുൽഹിജ്ജ 1 മുതൽ 9 വരെ നോമ്പ് നോക്കും. എല്ലാ അറബി മാസവും 13, 14, 15 നോക്കും. 27, 28, 29 നോക്കും. എന്ന് പറഞ്ഞാൽ നോമ്പ് പിടിക്കാൻ വേണ്ടി തന്നെ ജീവിച്ച ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു. മാസത്തിൽ ഒരു 15 ദിവസം നോമ്പായിരിക്കും. ഒന്നരാടം നോമ്പാണ്. നോമ്പ് കൂടുതൽ പരിചയിച്ചാൽ എല്ലാ ഹറാമിൽ നിന്നും ഒഴിവാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അസ്സൗമു ജുന്ന, നോമ്പ് പരിചയാണ്, എല്ലാ തെറ്റുകളിൽ നിന്നും നിനക്ക് സംരക്ഷണം ഉണ്ടാകുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. നോമ്പുമായി ബന്ധപ്പെട്ടുള്ള ജീവിതം നയിക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. കാരണം നോമ്പ് പിടിക്കുമ്പോ കണ്ണിനും നോമ്പാണ്, ഹറാമ് കാണൂല. നമ്മളൊക്കെ ഇന്നത്തെ നോമ്പ് അങ്ങനെയല്ല. നോമ്പ് പിടിച്ചോണ്ട് വല്ല സ്കൂൾ അവധിയൊക്കെയാണെങ്കിൽ റാഹത്തായിട്ട് വീട്ടിൽ കയറി യൂട്യൂബ് ഓൺ ചെയ്ത് ഇഷ്ടംപോലെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ബെല്ലൈക്കൺ അമർത്തി പൊട്ടിച്ചു വെച്ചിരിക്കുകയാണ്. എല്ലാം കാണുന്നതൊക്കെ കാണുകയാണ്. എവിടെയൊക്കെ ഫുഡുണ്ട്, കൊല്ലത്ത് ഏതൊക്കെ പുതിയ ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട്, ലുലു മാളിൽ എന്തൊക്കെ പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാം ഇവിടെ ഇരുന്നുകൊണ്ട് ഹാജിയാര് മൊത്തം നോക്കി കാണേണ്ട മുഴുവൻ സംഭവങ്ങൾ ഇവിടെ ഇരുന്ന് കാണുക. കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് അശ്ലീല പാട്ടുകൾ കേൾക്കുന്നു, മോശമാക്കപ്പെട്ട തലത്തിലേക്കുള്ള സംസാരം വാട്സാപ്പിലൂടെ നടത്തുന്നു, അശ്ലീലമാക്കപ്പെട്ട വീഡിയോ കോളുകൾ നടത്തുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ നോമ്പുകളൊക്കെ പോയിട്ടുണ്ട്. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. യഥാർത്ഥ നോമ്പ് എല്ലാ അവയവങ്ങൾക്കുമുള്ള നോമ്പാണ്. അങ്ങനെ നോമ്പ് നോറ്റാൽ എല്ലാ തെറ്റുകളിൽ നിന്നും മുക്തമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാകും. അതിന് ഏറ്റവും നല്ല മാസം റമദാൻ കഴിഞ്ഞാൽ പിന്നീട് ശ്രേഷ്ഠതയുള്ള മാസമാണ് ഏത്? മുഹറം മാസം. അപ്പൊ റമദാനിലെ നോമ്പ് ഖളാ വീട്ടാനുണ്ടെങ്കിൽ സ്ത്രീകളോടാണ് ഈ പറയുന്നത്, ശരിക്കും ശ്രദ്ധിക്കണേ. മുഹറം മാസം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ നിങ്ങൾ എന്തുകൂടി നിയ്യത്ത് ചെയ്യണം? മുഹറം മാസത്തിനോടൊപ്പം തന്നെ റമദാനിലെ നോമ്പ് ഖളാ വീട്ടുന്നു എന്ന് നിയ്യത്ത് ചെയ്യണം. സുന്നത്ത് നോമ്പാണെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് വെച്ചാൽ മതി. പക്ഷെ റമദാനിലെ നോമ്പ് കൂടി ഉള്ളത് കൊണ്ട് രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. കാരണം റമദാൻ അതുപോലെ ഫർളായ നോമ്പുകൾക്ക് 2 കാര്യങ്ങൾ ഷർത്താണ്, നിബന്ധനയാണ്. ഒന്ന് തഈനാണ്, മറ്റൊന്ന് തബീതാണ്. ശരിക്കും ശ്രദ്ധിക്കണേ. തഈൻ എന്ന് പറഞ്ഞാൽ ഏതാണ് നോമ്പ് എന്നുള്ളത് വ്യക്തമാക്കണം. റമദാനിലെ നോമ്പാണോ? ഫർളായ നോമ്പുകൾക്കൊക്കെ അങ്ങനെയാണ്. അല്ല കഫാറത്തിന്റെ പ്രായശ്ചിത്തിന്റെ നോമ്പാണോ? ആ നോമ്പ് ഏതാന്ന് വ്യക്തമാക്കണം. അതാണ് തഈൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് തബീത്താണ്, രാത്രിയിൽ തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. അഥവാ സുബൈക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നിയ്യത്ത് വെക്കണം. നമ്മൾ അങ്ങനെയാണ് ചെയ്യല്. അത് മറക്കാതിരിക്കാനാണ് ഈ പള്ളിയിൽ തറാവീഹ് കഴിഞ്ഞിട്ട് ഫിറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്. നബീത്തു സൗമോദിന നദാഇ ഫർളി റമദാനി എന്ന് പള്ളിയിൽ നിന്ന് തന്നെ ചൊല്ലിത്തരും. കാരണം മറന്നുപോയാൽ പോയി. നോമ്പ് നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. റമദാനിൽ അങ്ങനെ ഒരു വിഷയമുണ്ട്. അത് രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. ഇതേപോലെ ഖളാ വീട്ടുമ്പോഴും നമ്മൾ എപ്പോൾ തന്നെ നിയ്യത്ത് വെക്കണം? രാത്രിയിൽ തന്നെ നിയ്യത്ത് വെച്ചിരിക്കണം. എന്ത് ഖളാ വീട്ടുമ്പോ? റമദാനിലെ നോമ്പ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഫർളാക്കപ്പെട്ട നോമ്പ് കൂടി നമ്മൾ സുന്നത്തിനോടൊപ്പം കരുതുന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാൽ പോരാ, രാത്രിയിൽ തന്നെ നിയ്യത്ത് വെക്കണം. ശ്രദ്ധിക്കണേ, ശരിക്കുന്ന വിഷയമാണ്.
അവർ റമദാനിലെ നോമ്പ് ഖളാ വീട്ടുന്നതിനോടൊപ്പം മുഹറം മാസത്തിന്റെ ഇന്ന നോമ്പ് സുന്നത്തായ നോമ്പ് അല്ലാഹു തആലയ്ക്ക് വേണ്ടി ഞാൻ പിടിച്ചുവിടാൻ കരുതി. അപ്പൊ എന്തായി? രണ്ട് കാര്യവും വീടുകയാണ്. റമദാനിലെ നോമ്പും വീടുകയാണ്, അതോടൊപ്പം ഈ സുന്നത്ത് കൂടി ലഭിക്കാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാണ്, അത്തൻ നബിയു അതാ റജുലുൻ ഇല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല അഖ്ബിർനി അൻ ശഹരി ബഅദ റമളാൻ. അല്ലാഹുവിന്റെ റസൂലേ, റമളാൻ കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഒരു മാസം എന്ന് പറയുമോ റസൂലേ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇൻ കുന്ത സായിമാ ഫസുമിൽ മുഹറമീ. റമളാൻ മാസം കഴിഞ്ഞാൽ പിന്നീട് ഏറ്റവും ശ്രേഷ്ഠമുള്ള മാസം അത് മുഹറമാണ്. അത് ശ്രദ്ധിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്താണ് ആശുറായിന്റെ സുദിനത്തിൽ നോമ്പ് നോറ്റാൽ കിട്ടുന്ന പ്രതിഫലം? എന്താണ് അന്നത്തെ ദിവസം നോമ്പ് നോറ്റാൽ കിട്ടുന്ന നേട്ടം? എന്താ? പല കാര്യങ്ങൾ എങ്ങനെയാണല്ലോ, മോമിനീങ്ങൾ നേട്ടം അറിഞ്ഞാലേ ചെയ്യുള്ളൂ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അഹ്തസിബു അലല്ലാഹി, അല്ലാഹുവിന്റെ മേൽ ഞാൻ ആ ഒരു ദിവസത്തെ ഭാവിക്കുന്നത്, അയ്യുകഫിറ സനതൽ മാളിയ, കഴിഞ്ഞു പോയതാകുന്ന ഒരു വർഷത്തെ പാപം അല്ലാഹു പുറത്തു നൽകുമേ. അന്ന സൗമ ആശുറാ യുകഫിറു സനതൽ മാളിയ, കഴിഞ്ഞു പോയതാകുന്ന ഒരു വർഷത്തെ എല്ലാ ചെറുപാപങ്ങളും പൊറുക്കാൻ കാരണമാണ് ആശുറാഇന്റെ സുന്നത്ത് നോമ്പ്. അല്ലാഹു പിടിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ പറയ്. അല്ലാഹു ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഇനി അന്നത്തെ ദിവസം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ശരിക്കും ശ്രദ്ധിക്കണേ, നല്ലതുപോലെ ശ്രദ്ധിക്കുക. വരുന്ന ദിവസങ്ങളായതുകൊണ്ടാണ് ഇന്ന് ജസ്റ്റ് അതിനെ കുറിച്ചൊന്ന് ഉണർത്തുന്നത്. കാരണം ഇത് ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് മുഹറം മാസത്തിലെ ആശുറാഇന്റെ സുദിനം. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്ത്? അല്ലാഹുവിന്റെ ദിവസങ്ങളിൽ പെട്ട ദിവസമാണ് ആശുറാ. അന്ന ആശുറാ യൗമുൻ മിൻ അയ്യാമില്ലാഹ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ, ആശുറാഇന്റെ സുദിനം അല്ലാഹുവിന്റെ ദിവസങ്ങളിൽ നിന്നുള്ള ദിവസമാണ്. അന്ന ആശുറാ യൗമുൻ മിൻ അയ്യാമില്ലാഹ്, അല്ലാഹുവിന്റെ ദിവസങ്ങളിൽപ്പെട്ട ഒരു ദിവസമാണ്. മുഹറത്തിന്റെ 10ാമത്തെ ദിവസമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ പ്രത്യേകത? ഖുർആൻ സൂറത്തുൽ ഇബ്രാഹിം അല്ലാഹ് പറയാൻ, വദക്കിറുഹും ബിഅയ്യാമില്ലാഹ്, അല്ലാഹുവിന്റെ ദിവസങ്ങളായ ശ്രേഷ്ഠമാക്കപ്പെട്ട ദിവസങ്ങളെ കുറിച്ച് ഈ ഉമ്മത്തിന്, ഈ സമുദായത്തിന് പറഞ്ഞു കൊടുക്കണേ റസൂലേ എന്ന് പരിശുദ്ധമായ ഖുർആൻ. അപ്പൊ അല്ലാഹുവിന്റെ ദിവസമാകുന്ന ആശുറാഇന്റെ 10ന്റെ സുദിനത്തെ പറ്റി ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കാൻ വിശുദ്ധമായ ഖുർആൻ അവർക്ക് അറിയിച്ചു കൊടുക്കണം. അതൊരു സാദാ സീതാ ദിവസമല്ല. ഇപ്പൊ നിങ്ങൾക്കൊക്കെ സാമ്പത്തികമായി വിശാലത ആഗ്രഹിക്കുന്നവരല്ലേ? ആണോ അല്ലേ? വേണ്ട ആർക്കും. എന്നാ ഉള്ള കാശും എടുക്കൂടെ, പിരിവ ആർക്കും വേണ്ടേ? സാമ്പത്തിക ആവശ്യമില്ലേ? ഉള്ളവരെന്ന് കൈ ഉയർത്തിക്കാൻ നോക്കട്ടെ എത്ര പേരുണ്ട്. കാശ് ആവശ്യമില്ലാത്തവരെ ഇപ്പോഴൊന്ന് പിരിച്ചു വാങ്ങുമ്പോ ഇപ്പൊ എല്ലാരും കൈ ഉയർത്തുക, പിരിവ് കൊടുക്കേണ്ടി വരുമെന്ന് പേടിച്ചു. അള്ളാഹു നമ്മളെ സാലിഹ്യം ഉൾപ്പെടുത്തട്ടെ. എന്നാ എന്ത് ചെയ്യണമെന്നറിയോ? ഈ വരുന്ന മുഹറം 10ന്റെ എന്നാ അത് വെള്ളിയാഴ്ച ദിവസം നല്ല മട്ടൻ വാങ്ങും, എന്നിട്ട് വീട്ടിൽ നല്ല റാഹത്തായിട്ട് ഭക്ഷണം കൊടുക്കണം. അത് കയ്യിലുള്ള കാശ് പോവല്ലോ. മട്ടൻ ഇപ്പൊ എത്രയാണ് വില? എത്ര കിലോ? എത്ര? 750. 800 രൂപ. 750 നല്ല പെണ്ണാടിനെ കിട്ടും, 800 ആണെങ്കിൽ ആണാടിനെ കിട്ടും. ആണോ? അങ്ങനെയാണോ? അള്ളാഹു നമ്മളെ ബർക്കത്ത് ചൊരിയട്ടെ. ശ്രദ്ധിക്കണേ, ഹദീസാണ്, ഞാൻ വെറുതെ പറയുന്നല്ല. അതാ കേട്ടോ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്,
മൻ വസ്സഅ അലാ ഇയാലിഹി ഫി യൗമി ആശുറാ ഔസഅ അല്ലാഹു ലഹു സായിറ സനതിഹി. ആരൊരുവൻ ആശുറായിന്റെ സുദിനത്തിൽ തന്റെ കുടുംബത്തിന് സാമ്പത്തികമായി വിശാലത ചെയ്തുവോ, ഭക്ഷണത്തിൽ വിശാലത ചെയ്തുവോ, ഔസഅ അല്ലാഹു ലഹു സായിറ സനതിഹി, ആ ഒരു വർഷം മുഴുവനും അല്ലാഹു അവന് വിശാലത നൽകുമേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. മൻ വസ്സഅ ഇയാലിഹി ഫീ യൗമി ആശുറാ ഔസഅ അല്ലാഹു ലഹു സായിറ സനതിഹി. മുഹറം 10 അന്ന് വീട്ടിൽ കുടുംബക്കാർക്ക് ഭക്ഷണത്തിൽ വിശാലത ചെയ്താൽ, കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാം പെട്ടു, പാപ്പ ഉമ്മ അവര് വേറെ മാറി താമസിക്കാൻ, അന്നത്തെ ദിവസം 1 കിലോ മട്ടൻ വാങ്ങിച്ച് അവർക്ക് കൊടുക്കുക, ഇച്ചിരി പത്തിരി വാങ്ങിച്ച് നമ്മുടെ വക ഓർഡർ കൊടുക്കുക. ചെയ്യാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴിയാണ്. ഇനി അല്ലെങ്കിൽ ഒരാളെ കറി വെക്കാൻ പറ്റി, ഒരാളെ വിളിച്ചിട്ട് നല്ല മട്ടൺ സ്റ്റൂ വെച്ച് നല്ല ചാംസ്, മട്ടൺ ചാംസ് വെച്ച് എന്ത് ചെയ്യാ, കറി വെച്ചിട്ട് ചെറിയ പാത്രത്തിലാക്കിയിട്ട് എല്ലാവർക്കും കൊണ്ട് കൊടുക്കുക. അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം പെണ്ണുങ്ങൾക്ക് ചിലപ്പോൾ അന്നത്തെ ദിവസം നോമ്പൊക്കെ പിടിച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ കിട്ടിയാൽ അത് തന്നെ വലിയ സന്തോഷമാണ്. അൽഹംദുലില്ലാ. പിന്നെ അടുത്ത മുഹറം 10 നമ്മളെ വിളിക്കും, ഇക്കാടെ വക മട്ടൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു, ഈ വർഷം ഉണ്ടോ എന്തോ, തലേന്ന് വിളിക്കും. മനസ്സിലാകുന്നുണ്ട്? അള്ളാഹു ബർക്കത്ത് ചൊരിയട്ടെ. ഔസഅ അല്ലാഹു ലഹു സായിറ സനതിഹി, ആ ഒരു വർഷം മുഴുവനും അള്ളാഹു ബർക്കത്ത് ചെയ്യും. നിങ്ങളിതൊന്ന് ചെയ്തു നോക്ക്, ഇതൊക്കെ പരീക്ഷിച്ചറിയേണ്ട വിഷയമാണ്. അന്നത്തെ ദിവസം, എല്ലാ ദിവസവും നമ്മൾ വീട്ടിൽ വിശാലത ആയിക്കോട്ടെ, പക്ഷെ അന്നത്തെ ദിവസം ഒരു സ്പെഷ്യൽ വിഭവം എല്ലാവർക്കും നല്ല റാഹത്തായിട്ട്. ഇനി ഞാൻ മട്ടൻ ഉദാഹരണം പറഞ്ഞാൽ, എല്ലാവർക്കും എന്താണ് ഇഷ്ടം, പ്രിയം, അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് അത് നമ്മൾ കൊടുത്ത് വിശാലത ചെയ്യണം നമ്മുടെ കുടുംബങ്ങളിൽ. നാട്ടുകാരെ മുഴുവൻ വിളിക്കാനുള്ള സാമ്പത്തികം ഉണ്ടെങ്കിലും ഒക്കെ, അതില്ലെങ്കിൽ അത് വേണ്ട, കുടുംബത്തിലാണ്. അയ്യാലെന്ന് പറഞ്ഞാൽ അവന്റെ സ്വന്തം ചെലവിൽ കഴിയുന്നതാകുന്നവന്റെ കുടുംബാദികൾ, ബന്ധുക്കൾ, അവർക്ക് നൽകുക. ഏറ്റവും അടുത്ത രക്തബന്ധുക്കൾക്ക് കൊടുക്കുക. മക്കൾ, ഭാര്യ, സന്താനങ്ങൾ അവർക്ക് നൽകുക. അത് വിട്ടുപോകാൻ പാടില്ല. എന്നാ കൊടുക്കേണ്ടത്? വരുന്ന വെള്ളിയാഴ്ച. അന്ന് ഉസാമാർ അട്ടിപ്പാത്രം നല്ല കനമായിരുന്നു. അള്ളാഹു തൗഫീഖ് തരട്ടെ. പ്രാവശ്യം ശരിക്കും ശ്രദ്ധിക്കാൻ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അങ്ങനെ ചെയ്താൽ ആ ഒരു വർഷം മുഴുവനും കിട്ടും. 2 കാര്യങ്ങളാണ് ആശുറായിന്റെ സുദിനത്തെ പറ്റി നബി തങ്ങൾ പറഞ്ഞത്. ഒന്ന്, നോമ്പ് കഴിഞ്ഞു പോയൊരു വർഷത്തെ പാപം പൊറുപ്പിക്കാൻ കാരണമാണ്. രണ്ടാമത്തത്, കുടുംബത്തിൽ വിശാലത ചെയ്യേണ്ട ദിവസം. വർഷത്തിൽ നമ്മൾ വീട്ടുകാർക്ക് വിശാലത ചെയ്യേണ്ട ദിവസമാണ് ആശുറായിന്റെ സുദിനം. ഒന്ന് ചെയ്തോ. ഒരു സ്പെഷ്യലൊക്കെ പെണ്ണുങ്ങൾ അന്ന് ഉണ്ടാക്കുക. സാധാരണ അങ്ങനെ ഉണ്ടാക്കലുണ്ടല്ലോ. കോവിഡിന്റെ സമയത്ത് ഒരുപാട് സംഭവങ്ങൾ സ്പെഷ്യൽ ഉണ്ടാക്കി ഭർത്താവാകുന്ന എലിയെ കൊണ്ട് തീറ്റിക്കുകയാണ്. നമ്മളെ എലിയാക്കി പരീക്ഷിക്കുകയാണ്, അല്ലേ? ഷുഗറൊക്കെ അന്ന് അങ്ങനെ ഷുഗർ കയറിയ ആളുകൾ ഇപ്പോഴും ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ഷുഗർ 460. കാരണം കേക്ക് ഉണ്ടാക്കുന്നത് മൊത്തം കൊണ്ടുവന്ന് ഭർത്താവിന് കൊടുക്കുക. അങ്ങനെ പെണ്ണുങ്ങളൊക്കെ കേക്ക് ഉണ്ടാക്കാൻ പഠിച്ചു, ഭർത്താവിന് ഷുഗറുമായി. അള്ളാഹു നമുക്കൊക്കെ ആഫിയത്ത് തരട്ടെ. അപ്പൊ ആശുറായിന്റെ സുദിനത്തിൽ ഇതൊന്ന് ശ്രദ്ധ വെച്ചോ. നല്ല ഭക്ഷണം ഉണ്ടാക്കുക, സ്ത്രീകൾ ശ്രദ്ധിക്കുക, എന്നിട്ട് കുടുംബത്തിലുള്ളവർക്ക് അത് വിശാലത ചെയ്യൽ തീർച്ചയായും വലിയ ബറക്കത്താണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിന്റെ ദിവസം എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയ ദിവസമാണ് ആ ദിവസം. അതിനപ്പുറം വേറൊന്നും പറയാൻ. പ്രത്യേക നിസ്കാരം, പ്രത്യേകമാകപ്പെട്ടതാകുന്ന മറ്റു ചില പരിപാടികൾ ഒന്നും വന്നില്ല. അതൊക്കെ മൗലൂആണ്, പടച്ചുണ്ടാക്കപ്പെട്ടതാണ്. ഈ 2 വിഷയങ്ങളെ അന്നത്തെ ദിവസമുള്ളൂ. നോമ്പ് പിടിക്കുക, നല്ല രീതിയിൽ കുടുംബത്തിന് വിശാലത ചെയ്യുക. പ്രത്യേകമായ ഒരു നിസ്കാരം, ഒരു സുന്നത്ത് നിസ്കാരം, അതൊന്നുമില്ല. സാധാരണയുള്ള ഫർളുകൾ, അതിനു മുമ്പ് ശേഷമുള്ള സുന്നത്തുകൾ, സാധാരണയുള്ള ഔറാദുകൾ, വിറുദുകൾ, അത് തന്നെയാണ് അന്നത്തെ ദിവസം ചെയ്യേണ്ടത്. പ്രത്യേകമാക്കപ്പെട്ടതാകുന്ന ഒരു സുന്നത്ത് നിസ്കാരമോ പ്രത്യേകമായ രീതിയിലുള്ള ഒരു ഇബാദത്തോ മറ്റു വിഷയങ്ങളോ ഒന്നും അന്നത്തെ ദിവസമില്ല. അതൊക്കെ ഷിയാക്കളിൽ നിന്ന് കടന്നുകൂടിയതാണ്. ഷിയാക്കൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് അന്നത്തെ ദിവസം. കാരണം ഹുസൈൻ റളിയല്ലാഹുവിനെ കർബലയിൽ വെച്ചുകൊണ്ട് യസീദിന്റേതാകുന്ന കിങ്കരന്മാർ അറുകുല നടത്തിയതാകുന്ന ദിവസമാണ്. കർബലയിലാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരക്കുട്ടിയാകുന്ന ഹുസൈൻ റളിയല്ലാഹുവിന്റെ ശരീരം സ്ഥിതി ചെയ്യുന്നത്. തല മറവെട്ട് കിടക്കുന്നത് എവിടെയാ? പരിശുദ്ധമായ ഈജിപ്തിന്റെ മണ്ണിലാണ്. ഞാൻ ഈ അടുത്ത് ഈജിപ്തിൽ സിയാറത്ത് ചെയ്തപ്പോൾ തല ഉള്ളതാകുന്ന സ്ഥലം മസ്ജിദുൽ ജാമി, മസ്ജിദ് ഹുസൈൻ എന്ന് പറഞ്ഞ വലിയൊരു പള്ളി തന്നെയുണ്ട്. തല കൊണ്ടുവന്ന് അടക്കം ചെയ്തിരിക്കുന്ന അവിടെയാണ്. ശരീരം എവിടെ കിടക്കുന്നത്? ഹുസൈൻ റളിയല്ലാഹുവിന്റെ കർബലയിലാണ്, ഇറാഖിലാണത്. ഇറാഖിന്റെ മണ്ണിലാണ്. അള്ളാഹുവിനൊക്കെ പോകാൻ സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ.
പക്ഷെ ഇന്ന് ഷിയാക്കൾ അവരുടെ ഭരണം കൈയടക്കി വെച്ചിരിക്കുന്നു. അവരവരുടെ ഭരണം കയ്യേന്തിയിട്ട് ഒരുപാട് ഇസ്ലാമികമല്ലാത്തതാകുന്ന റഫ്ളിയത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടെ കടത്തിക്കൂട്ടിയിട്ടുണ്ട്. അതൊക്കെ അതിന്റെ അനുരണങ്ങൾ ചിലതൊക്കെ നമ്മുടെ നാടുകളിലേക്കൊക്കെ ചേക്കേറിയിട്ടുണ്ട്. ആ ദിവസങ്ങൾ ഇസ്ലാമിലില്ലാത്ത ചില ചടങ്ങുകളും വിഷയങ്ങളും ഒക്കെ ഓവറാക്കി കൊണ്ടുവരുന്നു. അതൊക്കെ തെറ്റാണ്, ദീനിന് എതിരാണ്. ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നോമ്പ് മസ്റ്റാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിടിച്ചതാണ്. രണ്ടാമതായി അന്ന് കുടുംബത്തിന് നല്ല വിശാലത ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനി എന്താണ് അന്നത്തെ ദിവസത്തിലെ സംഭവ വികാസങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്, സമയമില്ല. ഒന്ന് രണ്ട് വിഷയങ്ങളൊന്ന് പറയാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കണേ. ക്ഷീണം ഉണ്ടോ നിങ്ങൾക്ക്? ക്ഷീണം ഇല്ല? അപ്പൊ പിന്നെ ബക്കറ്റ് പൈസ ഇടും, ബക്കറ്റ് കൊണ്ടുപോകും. ക്ഷീണം ഉണ്ടെങ്കിൽ പിന്നെ ബക്കറ്റ് എടുക്കണ്ടേ? അള്ളാഹു നമ്മുടെ സദഖകളൊക്കെ സ്വീകരിക്കട്ടെ. വേഗം കൊണ്ടുപോകും. എന്റെ കയ്യിലോട്ട് നോക്കുക, 10 ഇടുന്നതെന്ന് അറിയുന്നത്. അള്ളാഹു നമ്മുടെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. ഒരു സലാത്തിലേക്ക് എല്ലാവരും ഇൻഷാ അല്ലാഹ് വേഗം നിർത്താട്ടോ. 9:30 10 മണിയാകുമ്പോ നമുക്ക് എന്ത് ചെയ്യാം? റെഡിയാകും പോരെ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വസല്ലിം نتواصل بالحبابة والبتول المستطابة والنبي ثم صحابة فعسى دعوى مجابة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സദഖ നീ സ്വീകരിക്കണേ അല്ലാ. വർണ്ണമായ പ്രതിഫലം നീ നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട്, ദുരിതങ്ങളെ തൊട്ട്, ദുരന്തങ്ങളെ തൊട്ട്, വിപത്തുകളെ തൊട്ട്, കാലവിപത്തുകളെ തൊട്ട് ഞങ്ങളെ ഏവരെയും നീ കാവലിലാക്കണേ അല്ലാ. ഹലാലായ സാമ്പത്തികം നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നൽകിയിട്ടുള്ളതിൽ ബറക്കത്ത് ചൊരിയണേ റബ്ബേ. കണ്ണേർ വെക്കുന്നവരുടെ കണ്ണേറിനെ തൊട്ട് കാക്കണേ അല്ലാ. അസൂയാലക്കൾ അസൂയ തൊട്ട് കാക്കണേ അല്ലാ. മാരണം ചെയ്യുന്നവരുടെ മാരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള നിഅമത്തുകൾ നിലനിർത്തണേ അല്ലാ. അത് വിശാലമാക്കി അനുഗ്രഹിക്കണേ നാഥാ. ഞങ്ങളുടെ കുടുംബജീവിതം സന്തോഷത്തിലും റാഹത്തിലുമാക്കണേ അല്ലാ. മക്കളെ സാലിഹീങ്ങളിൽ ആബിദീങ്ങളിൽ ചേർക്കണേ അല്ലാ. ത്വയ്ബ അക്കാദമിയിൽ പഠിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നാഫിഅ ഇൽമ നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾക്കെല്ലാം നീ നാഫിഅ ഇൽമ പ്രദാനം ചൊരിയണേ അല്ലാ. സർവോപരി ആഖിബത്ത് നന്നാക്കണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാവരും നല്ല സ്വതക്ക കൊടുക്കാൻ അല്ലാഹു നമ്മുടെ സദുദ്ദേശങ്ങൾ പൂർത്തീകരിക്കട്ടെ. ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സ്ഥാപനത്തിനൊരു പുതുതായിട്ടൊരു സ്ഥലം നമുക്ക് വാങ്ങാൻ 23 ലക്ഷം രൂപയുടെ സാമ്പത്തികം ആവശ്യമുണ്ട്. ഈ മാസം 30-നുള്ളിൽ വേണം. വളരെ ചുരുങ്ങിയ ദിവസം, ആകെ 10 ദിവസം ഇല്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അതിലേക്ക് ഓരോരുത്തരായിട്ട് ഇൻഷാ അല്ലാഹ് സംഭാവന പറയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. കുറച്ചുകൂടെ വാന്ന് പറയാം, എന്നിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കാം. കുറച്ചുകൂടി പറഞ്ഞുകൂടെ? ബുദ്ധിമുട്ടാണ്? കുറച്ചുകൂടി പറയാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് നല്ല രീതിയിൽ നിയ്യത്ത് വെച്ചുകൊണ്ട് സദഖ പറയാനുള്ള കരുത്ത് നമുക്കുണ്ടാവണം.
അല്ലാഹുവേ മനസ്സിന്റെ അകത്തലങ്ങളിൽ നല്ല സദഖ നൽകാനുള്ള നിയ്യത്ത് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ നസീബാക്കണേ അല്ലാ. ഒരു 23 പേര് ഓരോ ലക്ഷം വെച്ച് പറഞ്ഞാൽ സംഭവം കഴിഞ്ഞു അല്ലേ? സുഖല്ലേ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ സദഖകളെ സ്വീകരിക്കട്ടെ. അതിനൊക്കെ പറ്റിയ ആൾക്കാർ ഹാജിയാക്കന്മാരൊക്കെ ഇവിടെ ഉണ്ട്. നേരത്തെ ഉസ്താദ് പറഞ്ഞ ഒരു പേര് ഞാൻ ഇപ്പോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആളിവിടെ ഉണ്ടോന്ന് എനിക്കറിയില്ല. റാഫിന്നോ അങ്ങനെ പറഞ്ഞില്ല ഉസ്താദ്. പോയ മുങ്ങിയ ആള് ഇപ്പൊ വരും. അങ്ങനെയുള്ള ആളുകളുണ്ട്. 60,000 രൂപ കൊടുത്തെന്ന് പറഞ്ഞില്ല. അങ്ങനെയുള്ള ആളുകൾ 1 ലക്ഷം ആക്കിയാൽ മതിയല്ലോ ഓരോന്നും. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതൊന്നും വലിയ വിഷയമൊന്നുമല്ല. ഇന്നത്തെ കാലത്തൊന്നും ഒരു പ്രശ്നമല്ല. ദീനിന് വേണ്ടി കൊടുക്കാൻ മനസ്സുള്ള ആളുകൾ ഇന്നുണ്ട്. അള്ളാഹു തൗഫീഖ് തരട്ടെ. കാരണം ഓരോരോ പ്രശ്നങ്ങളും പ്രയാസങ്ങൾ കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കളെ പിഴച്ചു പോകുന്നത്, സമൂഹം പിഴച്ചു പോകുന്നത്, സമുദായം പിഴച്ചു പോകുന്നത്. സമ്പത്ത് ഒരുപാട് ഒരുമിച്ച് കൂട്ടിയിട്ടൊന്നും കാര്യമില്ല. ആഖിറം സമ്പാദിക്കണമെങ്കിൽ ഈ സമ്പത്ത് കൊണ്ട് ദുനിയാവിൽ ദീനിന്റെ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ അർഹതപ്പെട്ടതാകുന്ന യതീമിങ്ങൾക്കോ അർഹതപ്പെട്ടതാകുന്ന പള്ളിക്കോ ഖൈറായിന്റെ വഴിയിലേക്ക് തിരിച്ചെങ്കിൽ മാത്രമേ എനിക്കും എന്റെ കുടുംബത്തിനും സ്വാലിഹീങ്ങളാവാൻ പറ്റൂ എന്ന തിരിച്ചറിവ് ഇന്ന് തലമുറയ്ക്ക് വന്നു പോയിട്ടുണ്ട്. ഇടക്കാലത്ത് നഷ്ടപ്പെട്ടിരിക്കരുത്. ഇന്നിപ്പോ അത് വീണ്ടും തിരിച്ചു വന്ന കാലഘട്ടം. അതുകൊണ്ട് ആളുകൾ പഴയതിനപ്പുറത്ത് കൊടുക്കുന്നവർ കൂടുതലാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ടാണല്ലോ ഓരോ മുക്കുമൂലകളിലും ഹിഫ്ളിന്റെ സ്ഥാപനങ്ങൾ, ദറസിന്റെ സ്ഥാപനങ്ങളൊക്കെ ധാരാളം അധികരിക്കാൻ, കുറയല്ല, ഇഷ്ടംപോലെ കൂടി വരുന്ന കാലഘട്ടം. ഓരോ മഹല്ലത്തിലുമുണ്ട്, എല്ലാവരിലുമുണ്ട്. എന്തുകൊണ്ടാണത്? ഈ കൂടുന്നതിനനുസൃതമായി ജനങ്ങൾ തന്നെയാണ് ഇതിനൊക്കെ സമ്പത്ത് നൽകുന്നതും. നമ്മുടെ നാട്ടിലുള്ളവരും പ്രവാസികളായ ആളുകളൊക്കെ കൊടുക്കാണ്. കാരണം അവർക്കറിയാം ഈ സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിട്ട് വീട്ടിലിരിക്കുന്നതാകുന്ന തന്റെ മകനിലൂടെ തനിക്ക് ശാശ്വതമായ ഒരു സന്തോഷം ഖബറിൽ ഉണ്ടാവൂല എന്ന് എല്ലാ വാപ്പമാരും ഉമ്മമാരും തിരിച്ചറിഞ്ഞ കാലഘട്ടം. അങ്ങനത്തെ കാലഘട്ടം അല്ലേ? ശരിയല്ലേ? ഞാൻ വെറുതെ പറഞ്ഞല്ല. നിങ്ങൾക്കറിയാമല്ലോ, കേവലം ഒരു മാസക്കാലം മുമ്പ് മലപ്പുറം ജില്ലയിൽ ഒരു കട ഉദ്ഘാടിക്കാൻ വേണ്ടി തൊപ്പി എന്ന അമരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് കൊണ്ടുവന്നത്. അത് പറയുമ്പോ തന്നെ ഉമ്മാർക്ക് വലിയ ചിരിയാ. ലൈവ് ചെയ്യുന്നവരാദ്യം ചിരിക്കും. മെയിൻ ഫാൻസ് ആണെന്ന് തോന്നാണോ? ഇപ്പോഴും വീഡിയോ കണ്ടോണ്ടിരിക്കാൻ തൊപ്പിയുടെ. ഇവിടെ ശ്രദ്ധിക്കണേ. തൊപ്പി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി എത്രത്തോളം അത് സമൂഹത്തിൽ വല്ലാതെ സ്വാധീനം ചെലുത്തി എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ അറിയണം. മലപ്പുറം ജില്ലയിൽ ആ കട ഉദ്ഘാടിക്കാൻ വേണ്ടി വന്നു. ഒരു കാലഘട്ടത്തിൽ കട ഉദ്ഘാടിക്കാൻ വലിയ വലിയ സമുന്നതരാകുന്ന മഹത്തുക്കളാകുന്ന സാദാത്യങ്ങൾ, പണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ, മഹത്തുക്കളെ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രമുഖരെ, സമൂഹത്തിനും സമുദായത്തിനും ഗുണകാംക്ഷകരായി വർദ്ധിച്ചിട്ടുള്ള വലിയ വലിയ സേവനം ചെയ്തിട്ടുള്ളതാകുന്ന മഹൽ വ്യക്തിത്വങ്ങളെ കൊണ്ടുവന്ന് ഉദ്ഘാടിച്ചെടുത്ത് ഇന്ന് തോന്നിവാസം മുഴുവനും സോഷ്യയിലൂടെ വിളിച്ചു പറയുന്നതാകുന്ന ചെറുപ്പക്കാരെ കൊണ്ടുവന്ന് കട ഉദ്ഘാടിക്കുന്ന തലത്തിലേക്ക്, ഒരു കട ഉദ്ഘാടിക്കുന്നതിന് ആ കട ബറക്കത്തുണ്ടാവാനും ഐശ്വര്യം ഉണ്ടാവാനുമാണ്. അങ്ങനെ ഒരു തലത്തിലേക്ക് നമ്മുടേതാകുന്ന സമുദായം വരെ അധപ്പതിച്ചതാകുന്ന കാലഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്ന് ചിന്തിക്കണം. ആ ചെറുപ്പക്കാരൻ അവിടെ വന്നിട്ട് കാണിച്ചതാകുന്ന പേക്കുത്തുകൾ എന്തൊക്കെയാണ്? ഞാൻ കഴിക്കുന്നത് ഇന്നത്, ഞാൻ ഇന്നതാണ് വിട്ടതെന്ന അർത്ഥത്തിൽ വരുന്നതാകുന്ന പാട്ടുകൾ തക്ബീർ മുഴക്കുന്നത് പോലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാരെ കൊണ്ടും സഹോദരിമാരെ കൊണ്ടുമൊക്കെ തക്ബീർ വിളിപ്പിക്കുന്നത് പോലെ അവന് സിന്ദാബാദ് വിളിപ്പിച്ചുകൊണ്ട് പട്ടാമ്പി റൂട്ടിലും ഗുരുവായൂർ റൂട്ടിലും പെരിന്തൽമണ്ണ റൂട്ടിലുമുള്ളതാകുന്ന വാഹനഗതങ്ങൾ മുഴുവനും തടസ്സം വരുത്തി മണിക്കൂറുകളോളം ഗതാഗതം മുഴുവനും സ്തംഭിപ്പിച്ചുകൊണ്ട് വളാഞ്ചേരി ടൗണിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചപ്പോഴാണ് പോലീസുകാർ ചിന്തിക്കുന്നത്, ഏതാണ് ഈ ചെറുപ്പക്കാരൻ? ആളുകൾ അപ്പോഴാണ് അവനെ കുറിച്ചൊന്ന് പഠിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ പരതി നോക്കുമ്പോൾ കഴിഞ്ഞ കുറഞ്ഞ മാസങ്ങളായി സജീവമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഡെയിലി വന്നുകൊണ്ട് ലൈവായി നിന്നുകൊണ്ട് യൂട്യൂബ് എന്ന ചാനലിലൂടെ, പ്ലാറ്റ്ഫോമിലൂടെ ആളുകളുമായി സംവദിച്ചുകൊണ്ട് അശ്ലീല ചുവയുള്ള സംസാരങ്ങൾ നടത്തി സമൂഹത്തിലും സമുദായത്തിലും ഗുണകാംക്ഷകരായി വർത്തിക്കുന്നതാകുന്ന നല്ല വ്യക്തിത്വങ്ങളെ എടുത്തിട്ട് തേജോവധം ചെയ്ത് അവരെ കുറിച്ച് അനാവശ്യ കമന്റുകൾ രേഖപ്പെടുത്തി ഞാൻ വലിയ സ്റ്റാറാണ് എന്ന അർത്ഥത്തിൽ ചെറുപ്പക്കാർക്കിടയിലേക്ക് ഹൃദയത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിയാണ്. അവനെ കാണാൻ വേണ്ടി വളാഞ്ചേരിയിലേക്ക് വന്നതാകുന്ന ആളുകളെ മീഡിയ കണ്ണിലൂടെ കണ്ടത് 10 വയസ്സിന്റെയും 20 വയസ്സിന്റെയും ഇടയിലുള്ളതാകുന്ന മുസ്ലിം സമുദായത്തിലെ സഹോദരങ്ങളാണ്, ചെറിയ മക്കളാണ് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. 10 വയസ്സും 20 വയസ്സൊക്കെ ഉള്ള ചെറിയ മക്കളാണ്.
അവരോട് ചോദിക്കാണ്, മോനെ നീ എന്താണ് ഈ തൊപ്പിയിൽ കണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നത്, ആ ചെറുപ്പക്കാരിലുള്ളതാകുന്ന അശ്ലീല സുവയുള്ള സംസാരമാണ് എന്റെ മനസ്സിനെ വല്ലാതെ ആകർഷിച്ചത്, അവന്റെ ഈമാനല്ല. നിങ്ങൾ ചിന്തിക്കണം, എവിടെയാണ് നമ്മുടെ തലമുറ എത്തി നിൽക്കുന്നത്? കോവിഡ് കഴിഞ്ഞത് മുതൽക്ക് ഇങ്ങോട്ട് മൊബൈൽ ഫോണിലൂടെ അശ്ലീലത കണ്ട് റൂമിനകത്തളങ്ങൾ അടച്ചിട്ടിരുന്നു കൊണ്ട് മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടു തീർത്ത് അശ്ലീല ചുവയുള്ളതാകുന്ന സംസാരങ്ങളും വീഡിയോകളും വാപ്പയും ഉമ്മയും അറിഞ്ഞോ അറിയാതെയോ ഏത് നിലയ്ക്കാണോ കണ്ടു തീർക്കുന്നതാകുന്ന നവതലമുറയായി ഇന്നത്തെ തലമുറ മാറിയിരിക്കുകയാണ്. നമ്മുടെ മക്കളൊക്കെ അതിന്റെ പിടിയിലമർന്നിരിക്കുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ കാത്തു സംരക്ഷിക്കട്ടെ. കോവിഡിന്റെ കാലഘട്ടത്തിൽ നമ്മൾ കൊടുത്ത മൊബൈല് തിരിച്ചു വാങ്ങിയോ? ഇല്ല, വാങ്ങാൻ പറ്റുന്ന യുഗത്തിലല്ല ജീവിക്കുന്നത്. വാങ്ങിയിട്ടില്ല. വാങ്ങിയാൽ അതിനേക്കാൾ വലിയ മൊബൈൽ ടാബുമായിട്ട് അവൻ 2 ദിവസം കഴിഞ്ഞ് ഇറങ്ങും. കാരണം കുട്ടികൾ കാശൊപ്പിക്കുന്നത് ഇന്ന് എവിടെ നിന്നാണെന്ന് പോലും വാപ്പാക്കും ഉമ്മാക്കും അറിയില്ല. കുട്ടിയുടെ കയ്യിൽ വാപ്പ വാങ്ങിച്ചു കൊടുത്ത മൊബൈലൊന്നും അല്ല ഇപ്പോഴുള്ളത്. വാപ്പ പഴയ നോക്കിയിലേക്ക് നോക്കിയിരിക്കുമ്പോ ചെറിയ കുട്ടികളുടെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് കൂടിയതാകുന്ന സാംസങ്ങിന്റെ S23 അൾട്രയാണ്. അതുപോലെ ഐഫോൺ 14 ആണ്, 14 പ്രോ മാക്സ് ഒക്കെ ചെറിയ കുട്ടികളുടെ കയ്യിലിരിക്കുക. എവിടുന്ന മോനെ നിനക്ക് 1.5 ലക്ഷത്തിന്റെയും 2 ലക്ഷം രൂപയുടെ ഒക്കെ മൊബൈൽ ഫോൺ എവിടുന്ന്? ഏതെങ്കിലും ഉമ്മയും വാപ്പയും മക്കളോട് ചോദിക്കാറുണ്ട്? നമ്മുടെ പെൺമക്കളുടെ കയ്യിൽ, നമ്മുടെ ആൺമക്കളുടെ കയ്യിലൊക്കെ വലിയ ടാബ് ഇരിക്കുന്നു. അവൾ ഒരു പുതിയ ചുരിദാർ ഇട്ടുകൊണ്ട് വന്നാൽ, അല്ലെങ്കിൽ വാപ്പയും ഉമ്മയും വാങ്ങിച്ചു കൊടുക്കാത്ത ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് മകൾ നമ്മുടെ മുന്നിലൂടെ തന്നെ നടന്നാൽ പോലും ഇന്ന് വാപ്പായും ഉമ്മയും ചോദിക്കുന്നില്ല, മോളെ ഇത് ആര് വാങ്ങിച്ചു തന്നെയാണ്. ഏതോ ഒരു ഒരുത്തൻ അന്യ സമുദായത്തിൽപ്പെട്ടവനോ അല്ലെങ്കിൽ അവൾ കന്യനാകുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരുടെ വാങ്ങിച്ചു കൊടുത്തതാവാം. പക്ഷെ അതൊന്നും നമ്മൾ ഇന്ന് ചർച്ചയ്ക്കിടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ചോദിക്കുന്നേ ഇല്ല, വിട്ടേക്കാൻ. അവർക്ക് അവരുടെ ജീവിതം. ഒരിക്കലും ശ്രദ്ധ ചെലുത്താതിരിക്കരുത്. ഭയങ്കരമായി ശ്രദ്ധിക്കണമെന്ന് വിശുദ്ധമായ ഖുർആൻ. ഇല്ലെങ്കിൽ അപകടം. നമ്മൾ 10 ദിവസം നോമ്പ് പിടിച്ച് റമദാൻ കഴിഞ്ഞ് ഏറ്റവും ശ്രേഷ്ഠമായ മാസം ഉസ്താദ് പറഞ്ഞു മുഹറമാൻ. കുറെ നോമ്പും പിടിച്ച് റുഹബയ മജ്ലിസിൽ നിന്ന് തസ്ബീഹ് മറിച്ചിരിക്കുമ്പോൾ മക്കളൊരു സൈഡിൽ കൂടെ പിഴച്ചു പോകും. മനസ്സിലാക്കണം, നിങ്ങൾ മക്കളെ പിഴയ്ക്കാതിരിക്കണമെങ്കിൽ അവരിൽ പരിപൂർണമായി ജാഗ്രത പുലർത്തണം. ഓൺലൈൻ മജ്ലിസിൽ അടയിരുന്നത് കൊണ്ട് മക്കൾ സാലിഹീങ്ങളാവൂല. പഠിക്കണം. നമ്മൾ മക്കളിലേക്ക് ശ്രദ്ധ ചെലുത്തണം. അവർക്ക് വേണ്ടി ദുആ ചെയ്ത് നിലകൊള്ളുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളില്ലാതെ വിഷമിച്ച വ്യക്തിയാണ്. പ്രായാധിക്യം കൊണ്ട് തളരുന്നതാകുന്ന സന്ദർഭത്തിലും ബഹുമാനപ്പെട്ടവർ റബ്ബിനോട് ചോദിക്കുന്നത്, അല്ലാഹുവേ എനിക്കൊരു പൊന്നുമോനെ താ അല്ലാ എന്നല്ല. ഞാനിതാ പ്രായമെത്തിയിരിക്കുകയാണ്, എനിക്കൊരു കുഞ്ഞിക്കാല് നൽകണേ റബ്ബേ, എനിക്കൊരു പിൻഗാമിയെ നൽകണേ എന്നല്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന 4000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് മരണപ്പെട്ടു പോയതാകുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു വ്യക്തമാക്കുകയാ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാണ്, അല്ലാഹുവേ പടച്ച റബ്ബേ എനിക്കൊരു സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. സാലിഹായ സന്താനത്തെ നൽകണേ അല്ലാഹ്. എനിക്കും എന്റെ സമൂഹത്തിനും ഈ സമുദായത്തിനും ഗുണകാംക്ഷയായി വർത്തിക്കുന്നതായ ഒരു പൊന്നുമോനെ നൽകണേ റബ്ബേ. റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. فبشرناه بغلام حليم. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രായാധിക്യമാകുന്ന സമയത്തും പടച്ച റബ്ബിനോട് ചോദിച്ചത്, അല്ലാഹുവേ എനിക്കൊരു കുഞ്ഞിനെ തരണമെന്നല്ല, തരുവാണെങ്കിൽ സാലിഹായ ഒരു മകനെ നൽകണേ എന്ന് ചോദിച്ചപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത മകനേതെന്നറിയുമോ? ഫബശറനാഹു ബിഗുലാമിൻ ഹലീം. സഹിഷ്ണുതയുള്ളതാകുന്ന തഖ്വയുള്ളതായ നല്ല സാലിഹായ ഒരു മകനെ അല്ലാഹു സമ്മാനിക്കുകയാണ്. സയ്യിദുനാ ഇസ്മാഈൽ ആദ്യ മകനതാണ്. ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ അനുജനാണ് ആര്? ഇസ്ഹാഖ് നബി അലൈഹി ഇസ്ലാം. പലർക്കും ഇപ്പോഴും അവിടെ ഇങ്ങനെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് അല്ലേ? ഇപ്പോഴും ഉണ്ട് ചില, ഇസ്ഹാഖാണോ മൂത്തത്, ഇസ്മായിലാണോ മൂത്തത്? ഇസ്മായിൽ നബിയാണ് ആദ്യത്തെ മകൻ. രണ്ടാമത്തെ കുട്ടിയാണ് ആര്? ഇസ്ഹാഖ്. ശരിക്കും മനസ്സിലാക്കി.
ووهبنا له إسحاق ويعقوب. ഈ മക്കളൊക്കെ നിസാരക്കാരല്ല. മക്കളെ കൊടുത്തെന്ന് പറഞ്ഞ ഒരു മകനെ കൊടുക്കല്ല. ആ മകൻ ആരാ? അത്യുത്കൃഷ്ട വ്യക്തികളാണെന്ന് പരിശുദ്ധ പ്രവാചകർ പരിചയപ്പെടുത്തിയതാകുന്ന അംബിയാ മുർസലീങ്ങളിൽ പെട്ടവരാണ് ആ മക്കളൊക്കെ. ആ മനസ്സിലാക്കണം. മകനെ കൊടുത്തു, ഒരു സാലിഹായ മകൻ, അങ്ങനെയല്ല അവനൊരു സഹാബിയാക്കി ഒന്നുമല്ല. പിന്നെന്താ ചെയ്തത്? അംബിയാ മുർസലീങ്ങൾ ഉൾപ്പെടുത്തി. അതാണ് വാപ്പാടെ ദുആ പോലെ ഇരിക്കും. നമുക്ക് എവിടെ ദുആ? ഒരു ദുആയില്ല. തെക്കോട്ടും വടക്കോട്ടും നടക്കുകയാണ്. അവസാനം 9 മാസമാകുമ്പോ പെണ്ണുങ്ങൾ പറയണ്ടേ ഡേറ്റ് ആയി. ശരി, ഇതാണ് അവസ്ഥ. ശരിക്കും ദുആരക്കണം. ആരാ ദുആര? നമ്മൾ ദുആരന്നിട്ട് ഒരു മകനെ കിട്ടിയിട്ടുണ്ടോ ഇതുവരെ? നമ്മളൊരു സാലിഹായ മകന് വേണ്ടി ഇന്ന് വരെ കരമുയർത്തിയിട്ടുണ്ടോ? വാപ്പായോടോ ഉമ്മാടോ ചോദിക്കുന്നത്. ഒരു സാലിഹായ ഒരു മകനെ താ അല്ലാന്ന് ഇന്നുവരെ ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. കുട്ടിയെ താ അല്ലാ. കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്കും പിന്നെ നല്ല കുങ്കുമപ്പൂ പാലിനകത്ത് കലക്കി കൊടുക്കണം, എങ്ങനെയെങ്കിലും വെളുപ്പിക്കണം. ഇല്ല, അവളുടെ കുട്ടിയൊക്കെ പോലെ അനിയത്തിയുടെ കുട്ടിയേക്കാർ വെളുക്കണം, ചേട്ടത്തിയുടെ കുട്ടിയേക്കാർ നമ്മുടെ കുഞ്ഞു നല്ല വെളുക്കണം. പിന്നെ അതാ പരിപാടി. കുങ്കുമപ്പൂ കൊടുത്തു അവസാനം പുറത്തോട്ട് വന്നപ്പോ ഉണ്ട് ലോക കറുപ്പ്. കാക്കയും ഇവളും ഒരേപോലെ. മനസ്സ് പോലെ തന്നെയായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ കാര്യമുണ്ട്. എന്തിനാണിത്? നമുക്കൊരു കുട്ടി സാലിഹായി കിട്ടലാണ് ഏറ്റവും അനിവാര്യം. അത് ആര് ചോദിക്കുന്നില്ല, അത് ചോദിക്കലാണ് ഏറ്റവും വലിയ വിജയം. അങ്ങനെ ചോദിച്ചാൽ ആ കുട്ടി സാലിഹായാൽ നാളെ നിന്റെ ഖബറിന്റെ സമീപത്ത് വന്നുകൊണ്ട് നിനക്ക് വേണ്ടി സലാം പറയും, നിനക്ക് വേണ്ടി യാസീനോതും, നിനക്ക് വേണ്ടി ഖുർആൻ ഖത്മ തീർക്കും, നിനക്ക് വേണ്ടി സലാത്തുകൾ അർപ്പിക്കും, നിനക്ക് വേണ്ടി പരിശുദ്ധമായ ഖുർആൻ ഖത്മ ഓതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഖബറിന്റെ ചാരത്ത് നിന്ന് എന്റെ പ്രിയപ്പെട്ട വാപ്പാക്ക് ഉമ്മാക്ക് പടച്ച റബ്ബേ ഖബർ ജീവിതം സന്തോഷം കൊടുക്കണേ, സ്വർഗീയ ആരാമമാക്കണേ, ഈ ഖബർ സ്വർഗത്തിന്റെ വിരിപ്പ് ഈ ഖബറിൽ വിരിക്കണേ നാഥാ, ഖബറിലെ എല്ലാ അദാബുകളും നീ മാറ്റണേ എന്ന് പടച്ച റബ്ബിലേക്ക് പൊട്ടിക്കരയുന്ന സാലിഹായ മകനാണോ ഇന്ന് നമുക്കുള്ളത് എന്ന് ചിന്തിക്കാൻ. ഇന്ന് നമുക്കുള്ള മകൻ ആ കൂട്ടത്തിൽപ്പെട്ടതാണോ? അവിടെയാണ് വിഷയം. ഇന്നിപ്പോ നമ്മുടെ സദസ്സിൽ വന്നിട്ടുള്ള മക്കളുണ്ടാവും, അല്ലെങ്കിൽ നമ്മളോടൊപ്പം വീട്ടിലേക്ക് വിളിച്ചിട്ടും എനിക്ക് തലവേദനയാണ്, കാലുവേദനയാണ്, കൈവേദനയാണെന്ന് പറഞ്ഞ് വീട്ടിൽ കള്ളത്തരം പറഞ്ഞിരിക്കുന്ന നമ്മുടെ പെൺകുടികൾ ഉണ്ടാകും. എനിക്ക് കുറെ എഴുതാനുണ്ട്, ഹോംവർക്ക് ഉണ്ട്, ഉമ്മ പോയിട്ട് വാ. ഉമ്മായും വാപ്പായും പോകുമ്പോ +1 പഠിക്കുന്ന ഈ മകൾ തന്റെ കാമുകരുമായിട്ട് നിശയുടെ നിശീതതയിൽ കൂരിരട്ടിനെ വകഞ്ഞു മാറ്റിക്കൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ കോളുകൾ ചെയ്തുകൊണ്ട് നിലകൊള്ളുന്ന കാലഘട്ടം. വാപ്പായും ഉമ്മായും അറിയാതെ വീടിൻ്റെതാകുന്ന ഒരു ഭാഗത്ത് CCTV പോലും ഓഫ് ചെയ്തിട്ട് രഹസ്യമായി കാമുകനെ വീട്ടിനുള്ളിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടതും ഈ അടുത്തിടെ നമ്മൾ കേട്ട വാർത്തകളാണ്. കല്യാണം കഴിഞ്ഞ് 2 കുട്ടികൾ ഉള്ളതാകുന്ന ഒരു ഉമ്മയുടെ വാർത്ത ഇപ്പോഴും കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു ചാനലാകുന്ന ചാനലുകൾ. ജില്ലയും സ്ഥലവും ഒന്നും ഞാൻ പറയുന്നില്ല, ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം. അള്ളാഹു നമുക്കൊക്കെ കാവൽ നൽകി അനുഗ്രഹിക്കട്ടെ. വിവാഹം കഴിഞ്ഞ് 4-5 മക്കളാകുന്നതാകുന്ന സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. സ്വന്തം മക്കളെ വിട്ട്, പ്രവാസിയും നാട്ടുകാരനുമാകുന്ന ഭർത്താവിനെ വിട്ട് പകലന്തിയോളം പാടത്തും പറമ്പത്തും പട്ടിണി കിടന്നുകൊണ്ട് പണിയെടുക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ മറന്നുകൊണ്ട് മറ്റുള്ള കാമുകന്മാരോടൊപ്പം ഇറങ്ങി തയ്യാറാകാൻ വേണ്ടി നിലകൊള്ളുന്ന, അല്ലെങ്കിൽ അവന്റെ ചൂരും കിട്ടാൻ വേണ്ടി ആശയ വെച്ച് സ്വന്തം ഭർത്താവിനെ മറ്റൊരു സ്ഥലത്തേക്ക് പറഞ്ഞുവിട്ട് ജോലിയിലേക്ക് പുറപ്പെടുമ്പോൾ തന്നെ വീടിന്റെ പിന്നാമ്പുറത്തെ കതക് തുറന്നിട്ടിട്ട് ഭർത്താവല്ലാത്ത മറ്റുള്ളവരെ കൊണ്ടുവന്ന് കിടക്കയിലിരുത്തിക്കൊണ്ട് അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ ഒളിപ്പില്ലാത്ത നാണമില്ലാത്ത സമുദായമായി ഇന്നത്തെ തലമുറയിലെ മുസ്ലിം സഹോദരിമാർ മാറിയിട്ടുണ്ട് എങ്കിൽ ഭാര്യ പോലും അറിയാതെ മറ്റുള്ള കാമുകമാരുമായി രഹസ്യമായി ഓരോ റെസീറ്റ് അടക്കമുള്ളതാകുന്ന മോശപ്പെട്ട ലൈംഗിക തൊഴിലാളികളുമായി ശരീരബന്ധം പുലർത്തുന്ന ഭർത്താക്കന്മാർ വല്ലാതെ അധികരിച്ചിരിക്കുന്ന ഈ കാലയളവിൽ എവിടെയാണ് സഹോദരങ്ങളെ നമുക്ക് ദീൻ ഉള്ളത് എന്ന് നമ്മൾ ചിന്തിക്കാൻ. പിന്നെ എങ്ങനെ നമ്മുടെ മക്കൾ സാലിഹീങ്ങളാവും? നമ്മളോ സാലിഹല്ല, പിന്നെ എങ്ങനെ നമ്മുടെ തലമുറകൾ സാലിഹാവും? അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പടച്ച റബ്ബിനോട് ദുആ ചെയ്തത് റബ്ബി ഹബിരി മിനസ് സാലിഹീൻ, സാലിഹായ ഒരു പൊന്നുമോനെ നൽകണേ അല്ലാ, സാലിഹായ പൊന്നുമോനെ നൽകണേ അല്ലാ. ആരാ ചെയ്യുന്നത്? അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ ദുആ ചെയ്തപ്പോൾ കൊടുത്ത മകനാണ് ഇസ്മായിൽ. ആരാ ഇസ്മായിൽ? വദ്കുർ ഫിൽ കിതാബി ഇസ്മായിൽ ഇന്നഹു കാന സാദിഖൽ വഅദ് വകാന റസൂലൻ
നബിയാ وكان يأمر أهله بالصلاة والزكاة وكان عند ربه مرضيا. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പെടുത്തുകയാണ്, നബിയേ നബിയേ ഇസ്മായിൽ നബിയെ കുറിച്ച് ഈ സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ. എല്ലാ വർഷവും ബലിപെരുന്നാൾ സുദിനത്തിലൂടെ ഇബ്രാഹിം നബിയെ കുറിച്ചും ഇസ്മായിലിനെ കുറിച്ചും അറിയേണ്ട വിശ്വാസികൾ അറിയാതെ പോകരുത്. ആരാണ് ഇസ്മായിൽ എന്നറിയണേ. ഇന്നഹു കാന സാദിഖൽ വഅദ്, വാഗ്ദാനം ചെയ്താൽ പൂർത്തീകരിക്കുന്ന വ്യക്തിയാണ്. വകാന റസൂലൻ നബിയാ, അല്ലാഹുവിന്റെ ദൂതനാണ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്. തീർന്നില്ല. വകാന യഅ്മുറു അഹ്ലഹു ബിസ്സലാത്തി വസ്സകാത്ത്, സ്വന്തമായി നിസ്കരിക്കുകയും സക്കാത്ത് കൊടുക്കുകയും മാത്രമല്ല, തന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും കൽപ്പിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ വകാന ഇൻദ റബ്ബിഹി മർദിയാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കൊണ്ട് പരിപൂർണമായി സംതൃപ്തിപ്പെട്ടിരിക്കുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ. പ്രിയപ്പെട്ട മുസ്ലിമത്തെ, കിളിമാനൂരിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള സഹോദര സഹോദരിമാരെ, ഏറ്റവും വലിയ സംതൃപ്തി അല്ലാഹുവിന്റെ സംതൃപ്തിയല്ലേ. വരിളവാനും മിനല്ലാഹി അക്ബർ. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനാകുന്ന സർവേശ്വരനായ സർവാധിപതിയായ സർവ്വലോക സൃഷ്ടിപ്പിൻ സംഹാരകർത്താവായ അല്ലാഹുവിന്റെ പൊരുത്തമല്ലേ നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. ആ പ്രവാചകനാകുന്ന ഇസ്മായിൽ നബിയെ കുറിച്ച് അല്ലാഹു പറയുകയാണ്, വകാന ഇൻദ റബ്ബിഹി മർദിയാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഇസ്മായിൽ നബി അലൈഹിസ്സലാം പരിപൂർണമായി സംതൃപ്തിപ്പെട്ട വ്യക്തിയാണ്. ആ പൊരുത്തം കിട്ടാനാണ് നമ്മൾ ഈ നടക്കുന്നത്. അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പടച്ച റബ്ബിന്റെ പൊരുത്തം അത് വാങ്ങിയ വ്യക്തിയാണ് ആര്? ഇസ്മായിൽ നബി അലൈഹി സ്വലാം. എങ്ങനെ അത് കിട്ടാൻ കാരണം? അപ്പാടെ ദുആ, സാലിഹ ഒരു മകനെ വേണമെന്ന് പറഞ്ഞു. ഇബ്രാഹിം നബി ദുആ ചെയ്തു, കൊടുത്തു ഒരു മകൻ. ഈ മകൻ മാത്രമാണോ? പരമ്പര മുഴുവനും പിൽക്കാലത്ത് വന്ന എല്ലാ പ്രവാചകന്മാരും മുഴുവനും ആരുടെ പരമ്പരയാ? ആരുടെ പരമ്പരയാ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പരമ്പരയാണ് മൊത്തം. പിന്നീട് വന്ന എല്ലാ പ്രവാചകന്മാരും ദാ വേണേ ഒന്ന് രണ്ടെണ്ണം ചൊല്ലിത്തരാം. ഖുർആനിൽ കുറച്ച് വലിയ പേര് പറഞ്ഞിട്ടുണ്ട്. ദാ ഖുർആൻ ശരിക്കും ശ്രദ്ധിക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വവഹബ്നാ ലഹു ഇസ്ഹാഖ വയഅഖൂബ് കുല്ലൻ ഹദൈനാ വനൂഹൻ ഹദൈനാ മിൻ ഖബ്ൽ വമിൻ ദുർരിയതിഹി ദാവൂദ വസുലൈമാൻ വഅയ്യൂബ വയൂസുഫ വമൂസാ വഹാറൂൻ وكذلك نجزي المحسنين وزكريا ويحيى وعيسى وإلياس كل من الصالحين وإسماعيل وإدريس وذا الكفل كل من الصابرين. അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പരമ്പരകൾ മുഴുവനും അല്ലാഹു പ്രവാചകന്മാരാക്കുകയാണ്. എന്തേ കാരണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരൊറ്റ ദുആ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, സാലിഹായ ഒരു മകനെ തരണേ എന്ന് ചോദിച്ചു. അല്ലാഹ് പരമ്പര മുഴുവനും പ്രവാചകന്മാരാണ്. ഒരാളെങ്കിലും മാറ്റി പിടിച്ചോ? ഇല്ല, എല്ലാം പ്രവാചകന്മാരിരിക്കട്ടെ മൊത്തം. ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്ഹാഖ്, ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ്, യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം യൂസുഫ് ബിൻ യാക്കൂബ് ബിൻ ഇസ്ഹാഖ് ബിൻ ഇബ്രാഹിം ഷഫീഉന റസൂലുള്ളാഹി.
മാന്യന്റെ മകനാണ് യൂസുഫ്. ആരൊക്കെ മാന്യന്മാർ? ഇബ്രാഹീമിന്റെ മകൻ, ഇസ്ഹാഖിന്റെ മകൻ, യാക്കൂബിന്റെ മകനാണ് യൂസുഫ് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒക്കെ മാന്യന്മാരാണ്. അൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം, ഇബ്നുൽ കരീം. യൂസുഫ് നബിയെ കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതാണ്. ഒക്കെ മാന്യന്മാരാ, ഏറ്റവും മാന്യന്മാരാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. നമ്മൾ അതുകൊണ്ട് എന്ത് തേടണം? മക്കൾക്ക് വേണ്ടി തേടുന്നവർ ശരിക്ക് തേടിക്കോ. എനിക്ക് 20 കൊല്ലമായി 10 കൊല്ലമായി മക്കളില്ല ഉസ്താദെ, മക്കളുണ്ടാകുവാരൊക്കെ. അങ്ങനെയല്ല പറയേണ്ടത്. സ്വാലിഹായ ഒരു കുഞ്ഞിന് ദ്വാരക്ക്. മക്കളുണ്ടായ ഹൽക്കിന് പിടിക്കുന്ന ടീമാണെങ്കിൽ പോയില്ലേ, തുണി ഉരിഞ്ഞ് കാണിക്കുന്ന സൈസാണെങ്കിൽ പോയില്ലേ. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നാട്ടുകാരെല്ലാം കൂടി, ഉസ്താദുമാരെല്ലാം കൂടി തൊപ്പിയെ ഉപദേശിച്ച്, അപ്പൊ അവൻ വീട്ടിൽ റൂമിൽ കയറി നിന്നിട്ട് അസ്തഗ്ഫിറുല്ലാഹ് 3 അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ ഞാൻ വെറുതെ വന്ന് നന്നായി മുത്തുപിള്ളാരെ മാണിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഷഡ്ഡി ഊരി കാണിച്ചിട്ട് പറയാ, ഇതാണടാ നിങ്ങളെന്ന്. ഇങ്ങനെയുണ്ട്. ഇതാണ് കൗമ്. ഈ സൈസ് പിള്ളേരെ കിട്ടിയ പോയില്ലേ. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് ലോകം. സോഷ്യൽ മീഡിയ കാണിക്കാൻ ഭക്ഷണം എടുത്തിട്ട് ഇങ്ങനെ ഒന്നായിട്ട് നൂഡിൽസ് എടുത്തിട്ട് ഉള്ളിൽ ഇട്ട് കൊടുക്കുക, വളമായിട്ട് ഇട്ട് കൊടുക്കുക. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പുതിയ തലമുറയ്ക്ക് പഠിപ്പിക്കുന്ന പാഠങ്ങളാ. പിന്നെ എങ്ങനെ നമ്മുടെ മക്കൾ നന്നാകും? ഇത് കണ്ടിട്ട് മക്കള് ഇത് ഷെയർ ചെയ്യാൻ. ഇതാണ് മക്കൾ സ്റ്റാറ്റസ് വെക്കുന്നത്. ആശുറായിൽ ഒരു സുന്നത്തോമിന്റെ മഹത്വം പറഞ്ഞ മക്കൾക്ക് സ്റ്റാറ്റസ് വെക്കാൻ പറ്റൂല. ഒരു ദീനും ഇല്ല, ഇതുമില്ല. ദുനിയാവിന്റെ എന്തെങ്കിലും വിഷയം അശ്ലീലത വന്നാൽ അതൊക്കെ എടുത്ത് പൊക്കി പിടിക്കാൻ നമ്മുടെ മക്കൾ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ. നമുക്കൊക്കെ ഫേസ്ബുക്ക് ഉണ്ട്, നമുക്കൊക്കെ വാട്സാപ്പ് ഉണ്ട്, നമുക്കൊക്കെ ഇൻസ്റ്റഗ്രാം ഉണ്ട്, അല്ലെ? മിക്ക ആളുകൾക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്. ഉള്ളവരുടെ കാര്യം വാട്സാപ്പെങ്കിലും ഉണ്ട്. ഇന്ന് വരെ ഒരു ദീൻ നിങ്ങൾ അതിലൂടെ പ്രചരിപ്പിച്ചിട്ടുണ്ടോ? ഒന്നുമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് തന്നെ വർത്താനം പറഞ്ഞുകൊണ്ട് അവിടെ നടക്കുന്ന ഫുഡിന്റെ ഇത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഈ ഓഡിറ്റോറിയത്തിൽ തന്നെ എത്രയോ കല്യാണം കൂടിയവരായിരിക്കും നിങ്ങൾ. ഭക്ഷണം കഴിച്ചിട്ട് അതിന്റെ വീഡിയോ ഇതെടുത്തിട്ട് അതിനകത്ത് ഇട്ട് കൊടുക്കുന്നു. ഇതല്ലാതെ വേറെ ഒരു ദീൻ പ്രചരിപ്പിക്കാൻ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പോലും സാധ്യമായില്ല. ഈ കാലം അത്രയും. ഒരു ഹദീസ്, ഒരായത്ത് ഡെയിലി വിട്ടിരുന്നെങ്കിൽ എത്ര ആളത് കണ്ടിരുന്നു, എത്ര ആളിലേക്ക് ആ നന്മ എത്തിയേനെ. നമ്മൾ മുഖേന ഒരാളെങ്കിലും നന്നായോ സഹോദരങ്ങളെ? നമ്മുടെ മക്കൾ മുഖേന നന്നായോ? നമ്മുടെ മകന്റെ സ്റ്റാറ്റസ് അല്ലെങ്കിൽ മകളുടെ സ്റ്റാറ്റസ് എടുത്തു നോക്ക്. എന്താണ് അവൾ ഇട്ടിരിക്കുന്നത്, എന്താണ് അവൻ ഇട്ടിരിക്കുന്നത്? പ്രത്യേകിച്ച് ഇന്ന് സ്ത്രീകൾക്കൊക്കെ ഒരു പിണക്കം ഉണ്ടെങ്കിൽ പെട്ടെന്ന് അറിയാൻ വേണ്ടി ആദ്യം നോക്കേണ്ടത് സ്റ്റാറ്റസ് ആണ്. കാരണം എന്താ? അപ്പൊ ആ കലിപ്പും ദേഷ്യവും അവിടെ ഉണ്ടാവും. ആ വാട്സാപ്പിൽ ആ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്ന വീഡിയോക്കകത്ത് അതിനകത്തെല്ലാം ഉണ്ടാവും. അതിനനുസരിച്ചുള്ള ഡയലോഗ് ഉണ്ടാവും. അതെവിടെന്നെങ്കിലും അവള് തപ്പിയെടുത്തിട്ട് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്ത് അത് കൊണ്ടുവന്നിട്ട് അവളുടെ ഇപ്പോഴത്തെ മാനസിക അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയും മനസ്സിലാക്കണമെങ്കിൽ ആ സ്റ്റാറ്റസ് നോക്കിയാൽ മതി. എല്ലാ ദിവസവും എല്ലാവരുടെയും സ്റ്റാറ്റസ് വീഡിയോകളും സംഭവങ്ങളും കണ്ടിട്ടേ ചിലർക്ക് ഉറക്കം തന്നെയുള്ളൂ. ഇവന്റെ അമലുകൾ എവിടെ? നമ്മൾ വല്ലതും ഓതിയോ സഹോദരങ്ങളെ? വർഷം തീരാറായി. ഇപ്പൊ എത്രയായി? വയസ്സെത്രയായി? 40 കഴിഞ്ഞ്, 50 കഴിഞ്ഞ്, 60 കഴിഞ്ഞു, 70 കഴിഞ്ഞു. ഇതാ ആയുസ് തീരാൻ. കൊല്ലം ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുക. ഒരു പുതുവർഷ പുലരിയിൽ നമ്മൾ നിലകൊള്ളുമ്പോഴും മുഹറം മാസം ഹിജറ 1445 നമ്മൾ എത്തുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട പാഠം നമുക്കൊരു വർഷം ആയുസ് കുറഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ സാധാരണ അങ്ങനെയല്ല കൂട്ടുന്നത്. എനിക്ക് 18 വയസ്സായി ഉസ്താദ് എന്ന് പറയാം. യഥാർത്ഥത്തിൽ എന്താ സംഭവം? നിന്റെ ആയുസ് കുറഞ്ഞിരിക്കാൻ 40 വയസ്സിൽ നിന്ന് 18 വയസ്സ് നിനക്ക് കുറഞ്ഞു. നിന്റെ ആയുസ് 40 ആണെങ്കിൽ അതിൽ നിന്ന് 18 ഇതാ തീർന്നിരിക്കുന്നു എന്നാണ് നീ മനസ്സിലാക്കേണ്ടത്. കുറയാണ് ഇവിടെ. അത് പലരും ചിന്തിക്കുന്നില്ല. പുതുവർഷം ആഘോഷിക്കുമ്പോഴും നീ ചിന്തിക്കേണ്ടത് എന്താ? നിന്റെ ആയുസ് കുറഞ്ഞു എന്നുള്ളതാണ്. ദുൽഹിജ്ജ മാസത്തോടുകൂടി അറബി മാസം ഹിജറ കലണ്ടർ പ്രകാരം ഒരു വർഷം നിന്നിൽ നിന്ന് കൊഴിഞ്ഞു. എന്ത് ചെയ്തു ഒന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങൾ. എന്താ ഈ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെയ്തത്? റമളാനിലെ നോമ്പ് മുഴുവനും കിട്ടിയോ? തറാവീഹ് 20 റക്അത്ത് പൂർത്തിയാക്കി കിട്ടിയോ? അതിനുശേഷം ഇങ്ങോട്ടുള്ള നല്ല മാസങ്ങൾ ശവ്വാല്, ദുൽഖഅദ, ദുൽഹിജ്ജ, ഈ 3 മാസങ്ങൾ കിട്ടി. എന്താ നമ്മൾ ചെയ്തത്? ഹജ്ജിന് പോയവരുണ്ടോ? ഉംറ നിർവഹിച്ചവരുണ്ടോ? സദക്ക കൊടുത്തവരുണ്ടോ? പാവങ്ങളെ സഹായിച്ചവരുണ്ടോ? ദീനീ സ്ഥാപനങ്ങൾക്ക് സഹായം കൊടുത്തവരുണ്ടോ? ഒരു യതീം കുട്ടിക്ക് വേണ്ടി നിന്റെ സഹായം കൊടുക്കാൻ നിനക്ക് അവസരം കിട്ടിയിട്ടുണ്ടോ? ഒരു ഹിഫ്ദിന് പഠിക്കുന്ന ഒരു കുട്ടിക്ക് പൂർണ്ണമായി ചെലവ് ഒരു വർഷത്തേക്ക് ഞാൻ ഏൽക്കാമെന്ന് പറഞ്ഞ് വക്കാലത്ത് ഏൽക്കാനുള്ള അവസരം അല്ലാഹു നിനക്ക് നൽകിയിട്ട് നിന്റെ നാട്ടിൽ തന്നെ അത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ ഉണ്ടായിട്ട് കൺമുന്നിൽ ഉണ്ടായിട്ട് നിനക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? നിന്റെ മക്കൾക്ക് ദീനീ ബോധം കൊടുക്കാൻ സഹായിച്ചിട്ടുണ്ടോ? എന്താ സഹോദരങ്ങളെ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ചെയ്തത്? 1 ലക്ഷം ലാ ഇലാഹ ഇല്ലല്ലാഹ്, 1 ലക്ഷം സൂറത്തുൽ ഇഖ്ലാസ്,
അല്ലെങ്കിൽ ഒരു വർഷം സലാത്ത്, എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എല്ലാം കൂട്ടിക്കഴിച്ച് നോക്കുമ്പോ ഒക്കെ വളരെ കുറവാണ്. നിസ്കാരം പോലും 5 വഖത്ത് കൃത്യതയില്ല. 5 വഖത്ത് നിസ്കരിച്ചാൽ തന്നെ അതിന് മുമ്പും ശേഷമുള്ള സുന്നത്ത് നമ്മൾ കളഞ്ഞു കുളിച്ചു. ആരോഗ്യമുള്ള ഈ സമയത്താണ് നമ്മൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. തിരുവനന്തപുരം ജില്ലയിൽ തന്നെ വാതിന് വേണ്ടി ഒരു 5 കൊല്ലം മുമ്പ് വന്നപ്പോൾ സുബ്ഹാനല്ലാഹ്, സ്ഥലം ഞാൻ പറയുന്നില്ല, കാല് മുറിക്കപ്പെട്ട ഒരു വ്യക്തി വന്നു. അദ്ദേഹം പറഞ്ഞു, 40 വർഷം ഞാൻ സൗദിയിൽ ജോലി ചെയ്ത വ്യക്തിയാണ്, പക്ഷേ ഹജ്ജിന് എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. 40 വർഷം സൗദിയിൽ ജോലി ചെയ്ത വ്യക്തിക്ക് ഹജ്ജിന് അവസരം കിട്ടിയിട്ടില്ല. ഇപ്പോൾ എനിക്ക് ഷുഗർ വന്നിട്ട് എന്റെ ആദ്യം വിരലുകൾ മുറിക്കപ്പെട്ടു, പിന്നെ കണങ്കാല് വെച്ച് മുറിക്കപ്പെട്ടു, അവസാനം മുട്ടിന്റെ ഭാഗം വെച്ച് മുറിക്കപ്പെട്ടു, ഒരു കാലിന്റെ തുടഭാഗം വരെ വെച്ച് മുറിക്കപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ അധിക കാലം ഞാൻ ഉണ്ടാവുകയില്ല. എനിക്ക് സമ്പത്ത് ആവോളമുണ്ട്, പക്ഷേ അവിടം വരെ പോയി ഹജ്ജ് ചെയ്യാനുള്ള അവസ്ഥയില്ല. അള്ളാഹു അദ്ദേഹത്തിന് നീ പൊറുക്കണേ നാഥാ. അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം, ഈ കഴിഞ്ഞ വർഷം അദ്ദേഹം മരണപ്പെട്ടു പോയി, അദ്ദേഹത്തിന്റെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് ശരിക്ക് അമൽ ചെയ്യണേ. ഓരോ ദിവസവും നിന്നിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. പാരത്രികമാകുന്ന ലോകത്തിന് വേണ്ടി നീ എന്താണ് സമ്പാദിച്ചിട്ടുള്ളത് എന്ന് ചിന്തിക്കണേ. ഓരോ ദിവസവും ആ ദിവസങ്ങൾ രാവിലെ പ്രഭാതം പൊട്ടിവിടരുമ്പോൾ തന്നെ നിന്നോട് വിളിച്ചു പറയുമത്രേ, ഇന്നി യൗമൻ ജദീദ് യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, പൊന്നുമോനെ, ഇന്നി യൗമൻ ജദീദ്, ഞാനിതാ ഒരു പുതിയ ദിവസമാണ്, പുതിയ ദിവസമാണ്. ഞാൻ നിന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരു പുതിയ ദിവസമായിട്ടാണ്. നീ എന്നിൽ പ്രവർത്തിക്കുന്ന സർവ്വ അമലുകളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. വഇന്നി അലാ മാ യഅമലു ഫിയ ഷഹീദ്, നീ എന്റെ ദിവസമാകുന്ന എന്നിൽ ചെയ്യുന്ന എല്ലാ നന്മ തിന്മകളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. അതുകൊണ്ട് സുഹൃതങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ നീ മുതലാക്കണേ, ഹറാമായ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് എന്നെ നീ നശിപ്പിക്കരുത് എന്ന് ദിവസം വന്നുകൊണ്ട് എല്ലാ ദിവസവും മുഅ്മിനോട് പറയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മളോട് ഇത് പറയുന്നുണ്ട്, നമ്മളിത് കേൾക്കുന്നില്ല, അറിയുന്നില്ല. അവരുടെ സംസാരം നമ്മൾ അറിയുന്നില്ല. എല്ലാ ദിവസവും പ്രഭാതം പൊട്ടി വരുമ്പോൾ ദിവസങ്ങൾ നമ്മളോട് ഇത് വിളിച്ചു പറയാൻ, യബ്ന ആദം, ആദമിന്റെ പൊന്നുമോനെ, ഞാൻ ഇതാ ഒരു പുതിയ ദിവസം, എന്നെ മുതലാക്കിക്കോ, എന്നെ പിടിച്ചോ, ശരിക്കും അമൽ ചെയ്തോ, എന്നിൽ നീ എന്തൊക്കെ ചെയ്താലും അതൊക്കെ തീർച്ചയായും ഞാൻ സാക്ഷിയാണ്, നാളെ നിനക്ക് സാക്ഷിപത്രമാകും. നമ്മളൊരു ഖുർആൻ ഓതിയാൽ, ദിക്ർ ചെയ്യാൽ, നിസ്കരിച്ചാൽ, നോമ്പ് നോറ്റാൽ, അതൊക്കെ ആ സ്ഥലങ്ങളും സന്ദർഭങ്ങളും മാസങ്ങളും ദിവസങ്ങളും ഒക്കെ നമുക്ക് സാക്ഷി നിൽക്കുമെന്നാണ്. അതുകൊണ്ടല്ലേ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 2 റക്അത്ത് കഴിയുമ്പോൾ അവൻ സുന്നത്ത് മാറി നിസ്കരിക്കുന്നത്, കാരണം ആ സ്ഥലം അവന് സാക്ഷിപത്രമാകുമെന്നാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒന്ന് മാറി നിൽക്കും, ചിലർ കണ്ടിട്ടില്ലേ, അപ്പുറത്തോട്ട് മാറി നിൽക്കും. ആ സ്ഥലം നാളെ നമുക്ക് സാക്ഷിയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ഇരിക്കുന്ന ഓരോ ചെയറുകളിലും വന്നിരിക്കുന്ന സഹോദര സഹോദരിമാരെ, നിങ്ങൾ ഇരിക്കുന്ന ഈ ചെയറുകൾ, നിങ്ങൾ ഇരിക്കുന്ന ഈ സ്ഥലങ്ങൾ നാളെ ആഖിറത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി സാക്ഷിപത്രമാണ്. നല്ല നീയത്തിൽ, നല്ല രീതിയിലാണ് ഇന്ന സ്ഥലത്ത് കൊണ്ട് ഇന്ന രാവിൽ വന്നിരുന്നത്. വെള്ളിയാഴ്ച ദിവസം രാത്രിയിൽ നടന്നതാകുന്ന ത്വയ്ബ അക്കാദമിയുടെ വാദിന്റെ മജ്‌ലിസിൽ ഈ ചെറുപ്പക്കാരൻ വന്നിരുന്നവനാണ് അല്ലാ, ഈ സഹോദരി വന്നവളാണ് അല്ലാ എന്ന പടച്ചറബിൻ്റെതാകുന്ന ദർബാറിൽ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുമത്രേ. അത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സദസ്സിൽ വന്നത്. അത് വാങ്ങിച്ചു പോകുന്നവരാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇവിടെ വെച്ച് നമ്മൾ ചിന്തിക്കുന്ന നമ്മുടെ മക്കളെ സാലിഹാക്കി എടുക്കാനുള്ള വഴികൾ, ഒന്ന്, ശരിക്ക് ദുആ ചെയ്യണം, നല്ലതുപോലെ ദുആരക്കണം. അതെപ്പോൾ മുതൽ തുടങ്ങണം? ജനിക്കുന്നതിന് മുമ്പ്, നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കുന്നതിന് മുമ്പ് തന്നെ, വിവാഹം കഴിഞ്ഞ കാലഘട്ടം മുതലേ ദ്വാരക്കണം. നമ്മൾ ഇപ്പോൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ ദ്വാരക്കണം. ഹൈറായ ഇണയ്ക്ക് വേണ്ടി, തുണയ്ക്ക് വേണ്ടി ദ്വാരക്കണം. അല്ലാതെ കല്യാണം അന്വേഷണം നടക്കുമ്പോഴത്തേക്കും കിട്ടാതെ വരുമ്പോ അടച്ചവനെ നല്ലത് കിട്ടണേന്ന് പറഞ്ഞ് ദ്വാരന്നിട്ട് ഒരു കാര്യമില്ല. അപ്പോഴല്ല ദ്വാരക്കണ്ട, നേരത്തെ ദ്വാരം തുടങ്ങുക. പടച്ച റബ്ബേ ഹൈറായ ഒരു ഇണയെ കിട്ടണേന്ന് പറഞ്ഞ് ശരിക്ക് ദ്വാരക്കുക. അപ്പൊ റബ്ബ് ഹൈറായത് അടുപ്പിച്ചു തരും. പ്രത്യേകിച്ച് മുത്തഅല്ലിമായിരിക്കുന്ന കാലഘട്ടത്തിൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു തരും. നല്ല ഇൽമ്, നാഫിഅ ഇൽമ്, നല്ല ദറസ് ജീവിതം വേണം, നല്ല മുദരിസ് ആകണം, നല്ല ഖതീബ് ആവണം,
ദീനി മേഖലകൾ ശോഭിക്കണം, നല്ല പ്രഭാഷകനാകണം, ഏതെല്ലാം ചോദിക്കണോ, ഹൈറായ വീട്, വാഹനം, കുടുംബം, പശ്ചാത്തലം, നാടിന്, സമുദായത്തിന് എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടുന്ന സമയമാണ് മുത്തഅല്ലിമായിരിക്കുന്ന സമയം. പക്ഷെ അപ്പോഴൊന്നും ചോദിക്കൂല, ഇങ്ങനെ കളിച്ചു ജനിച്ച് നടക്കും. എന്ത് ചോദിച്ചാലും ഉത്തരം. മലക്കുകൾ, കാരുണ്യത്തിന്റെ മലക്കുകൾ ഇങ്ങനെ ചിറക് വിരിച്ചു കൊടുത്തിരിക്കുന്ന സമയമാണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് നിങ്ങളെ നോക്കാൻ ഈ സമൂഹവും ഈ സമുദായവും ഒറ്റക്കെട്ടായിട്ട് നിലകൊള്ളുന്നത്. നിങ്ങളൊന്നും പട്ടിണി കിടക്കാൻ ഇവർ സമ്മതിക്കൂല. നിങ്ങൾ ഒരു നേരത്തെ ആഹാരം, അന്നം മുട്ടാൻ ഇവരാരും സമ്മതിക്കൂല. ഭക്ഷണം ഇല്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ വീട്ടിലുള്ളത് അവർക്കുള്ളത് അങ്ങോട്ട് തന്നിട്ടാണെങ്കിലും പട്ടിണി കിടന്ന് അവർ പട്ടിണി കിടന്നിട്ടാണെങ്കിലും നിങ്ങളെ പോറ്റും. കാരണം അത്രയേറെ ദുആഇന് ഇജാബത്തുള്ള വക്താക്കളാണ് നിങ്ങൾ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അത് മനസ്സിലാക്കിയിട്ട് ദ്വാരക്കണം, ദ്വാരക്കാതിരിക്കരുത്. നമ്മുടെ അമലുകൾക്ക് സ്വീകാര്യത കിട്ടാൻ, ദുനിയാവും ആഖിറവും മെച്ചപ്പെടാൻ വേണ്ടി ശരിക്കും ദ്വാരക്കണം. ദ്വാ എപ്പോഴും വലിയ കവചമാണ്. അദ്ദുആഉ ഹുവൽ ഇബാദ, ആരാധന എന്ന് പറയുന്നത് തന്നെ പ്രാർത്ഥനയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അദ്ദുആഉ മുഖുൽ ഇബാദ, ആരാധനയുടെ മജ്ജ, അതിന്റെ കാതൽ പ്രാർത്ഥനയാണെന്നും നബി മുഹമ്മദ് മുസ്തഫ. ആ പ്രാർത്ഥന അനിവാര്യമാണ്. ഇന്ന് ചില ആളുകൾ നിസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥിക്കൂല. മിക്ക ആളുകളും 99% ആളുകളും ഇന്നത്തെ തലമുറയിൽ നിസ്കരിക്കും, പക്ഷെ ദുആ ഇല്ല. നിസ്കരിക്കും, ദുആ ചിലപ്പോ ഹത്തീം ഉസ്താദ് വരക്കുന്നതിന്റെ കൂട്ടത്തിൽ ചിലപ്പോ ആമീൻ പറയും. 2 മിനിറ്റ് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി സമയമൊക്കെ നോക്കി, ഇന്ന് കുറച്ച് വൈകിയല്ലേ മുസ്ലിയാരെ കൊണ്ട് ചോദിച്ചോട്ടെ, ഇയാളെ മാറ്റണം, അടുത്ത കമ്മിറ്റിക്ക് പറയണം, ആമീൻ വേഗം കഴിഞ്ഞിട്ട്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഈ ആമീൻ പറച്ചിലുകൊണ്ട് എന്ത് ഗുണം? ഒരു ഇഖ്ലാസിന്റെ ആമീൻ പോലും നമ്മളിൽ നിന്നില്ല. നല്ലതുപോലെ ആമീൻ പറയും. സ്വന്തമായിട്ട് ചില കാര്യങ്ങൾ ചോദിക്കും, നമ്മുടെ ചില കാര്യങ്ങൾ ചോദിക്കാണ്ട്, നമുക്ക് ഖാസായിട്ടുള്ള നമ്മുടെ വിഷയങ്ങൾ, അത് കരഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്തിട്ടല്ലാതെ എഴുന്നേക്കരുത്. ഏറ്റവും ശ്രേഷ്ഠമായ ദുആ ഏതാണ്? നബി തങ്ങളോട് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഏറ്റവും ശ്രേഷ്ഠമായ ദുആ അദ്ദുആഉ ബഅദൽ ഫറായിദിൽ മക്തൂബ, ഫർള് നിസ്കാരങ്ങൾക്ക് ശേഷമുള്ള പ്രാർത്ഥന ദുആഇന് ഇജാബത്താണ്. ഈ ദുആഇ അസ്മഉ, റബ്ബ് ഏറ്റവും കൂടുതൽ ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ഫർളിന് ശേഷമുള്ള ദുആ. അതുപോലെ രാത്രിയിലുള്ള ദുആ, ജൗഫുൽ ലൈൽ, രാത്രിയിലുള്ള ദുആ. എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് നിർനിദ്രനായി ഉറക്കമെഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ദ്വാരക്കാൻ നിനക്ക് അവസരം കിട്ടിയോ, രക്ഷപ്പെട്ടു. അല്ലാഹു തൗഫീഖ് തരട്ടെ.